ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 ബേസിക് സയൻസിലെ 5th ചാപ്റ്ററാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് പാർട്ട് 2 ആണ്. സോളാർ സിസ്റ്റം മുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സോളാർ സിസ്റ്റം എന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ആ ഒരു പിക്ചറിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? സണ്ണാണ് നമ്മുടെ മെയിൻ സ്റ്റാർ ആണല്ലേ. അതിൻ്റെ ചുറ്റും നമ്മൾ പ്ലാനറ്റ്സ് എല്ലാം ഉണ്ട്, എർത്ത് ഉൾപ്പെടെ ഉള്ള പ്ലാനറ്റ്സ്. അപ്പോൾ നിങ്ങൾ പ്ലാനറ്റ്സിൻ്റെ പേരൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് പ്ലാനറ്റ്സിൻ്റെ പേരെന്ന് നിങ്ങൾക്ക് പറയാൻ അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സണ്ണിൻ്റെ ചുറ്റും വരുന്ന പ്ലാനറ്റ്സ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. പണ്ട് പ്ലൂട്ടോ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പ്ലൂട്ടോനെ ഒഴിവാക്കി കളഞ്ഞു കേട്ടോ. ഓക്കെ, ലൈക്ക് ദ മൂൺ റിവോൾവ് അറൗണ്ട് ദ എർത്ത് ആൻഡ് ദ അതർ പ്ലാനറ്റ്സ് ഓഫ് സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദി സൺ. അത് നമുക്ക് ചുറ്റും നമ്മുടെ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂൺ ചുറ്റുന്ന പോലെ നമ്മൾ പ്ലാനറ്റ്സ്, അതായത് ഭൂമി അടക്കം ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം ആരെ ചുറ്റുന്നുണ്ട്? സണ്ണിനെ ചുറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ പാത്ത് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ഈസ് കോൾഡ് ഓർബിറ്റ്. അങ്ങനെ സെലസ്റ്റിയൽ ബോഡിയുടെ ആ പാത്ത്, അതായത് ഭൂമി ചുറ്റുന്ന ആ ഒരു പാത്ത്, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാനറ്റ് ചുറ്റുന്ന ആ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ ആ വട്ടത്തിൽ കാണുന്നത് കണ്ടോ? എർത്തിൻ്റെ ചുറ്റും ആ പാത്ത്, എർത്ത് സഞ്ചരിക്കുന്ന പാത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാനറ്റ്സിനും അത് കാണിച്ചിട്ടുണ്ട്. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ, ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, സാറ്റലൈറ്റ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയുള്ളത്? സണ്ണുണ്ട്, നമ്മൾ പ്ലാനറ്റ്സ് ഉണ്ട്, പിന്നെ അതിനെ ചുറ്റുന്ന സാറ്റലൈറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദർ ഇൻ എ സോളാർ സിസ്റ്റം? അപ്പോൾ എത്ര പ്ലാനറ്റ്സ് ആണ് സോളാർ സിസ്റ്റത്തിൽ ഉള്ളത്? അപ്പം നമ്മൾ നോക്കി നോക്കുക. 8 ആണല്ലേ, എർത്ത് അടക്കം. ഓക്കെ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ പ്ലാനറ്റ്സ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് മേലത്തെ ഫിഗർ നോക്കിയിട്ട് എഴുതാം കേട്ടോ. ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് വിച്ച് പ്ലാനറ്റ്സ് ഡസ് ദ എർത്ത് ഓർബിറ്റ് ലൈ? അപ്പോൾ എത്രാമത്തെയാണ് എർത്ത് നിൽക്കുന്നത്? 1, 2, 3 ആണല്ലേ, തേർഡ് ഓർബിറ്റിൽ. മേക്ക് എ മോഡൽ ഓഫ് ദ സൺ, ദ എർത്ത് ആൻഡ് മൂൺ ആസ് സി. അപ്പോൾ ഇതുപോലെ ആ ഒരു ഫിഗർ പോലെ നിങ്ങളോടൊരു മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഗെയിം കളിക്കാം. എ ബ്ലൈൻഡ് ഫോൾഡഡ് പേഴ്സൺ ഷുഡ് റീച്ച് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം. ഫസ്റ്റ് ട്രൈ ടു റീച്ച് ദാറ്റ് പ്ലേസ് വിത്തൗട്ട് എനി വൺ ഹെൽപ്പ്. അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഹി ക്യാൻ ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എ ഹെൽപ്പർ. വെൻ വാസ് ഇറ്റ് പോസിബിൾ ടു റീച്ച് ദ ടാർഗറ്റ് ഈസിലി? അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എപ്പോഴാണ് എത്താൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈൽ ട്രാവലിംഗ് ത്രൂ ആൻ അൺനോൺ ആൻഡ് അൺഫെമിലിയർ റൂട്ട്, വാട്ട് ഈസ് ദ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ദ ഡ്രൈവർ ഓഫ് എ വെഹിക്കിൾ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഈസിലി? അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടും അല്ലേ. ഡു യു നോ ഹൗ വി ഗെറ്റ് സച്ച് സർവീസസ്? എങ്ങനെയാണ് അങ്ങനത്തെ സർവീസസ് കിട്ടുകയെന്ന്. ഇമേജിൻ ആൻ ഒബ്ജക്റ്റ് ഓർബിറ്റിംഗ് ദ എർത്ത്. വി ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ഓഫ് ദ എർത്ത് വിത്ത് എ ക്യാമറ അറ്റാച്ച്ഡ് ടു ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. മെനി മെക്കാനിക്കൽ ഡിവൈസസ് including cameras and various instruments created by humans have been sent to the space. They constantly revolve around the earth. These human made devices are called artificial satellite. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണാണ് എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ്. അതുപോലെ തന്നെ എർത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ്? നമുക്കറിയാമല്ലേ, ആകാശ കാഴ്ചകൾ കാണാനും ഭൂമിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അറിയാനും അതുപോലെ പുറത്തുണ്ടാകുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സച്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് സർവീസസ് ലൈക്ക് GPS-ൻ്റെ ഫുൾ ഫോം എന്താ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ദേ എനേബിൾ അസ് ടു വ്യൂ ദ സാറ്റലൈറ്റ് ഇമേജസ് ഓഫ് യുവർ ഹൗസ്, സ്കൂൾ ആൻഡ് അതർ പ്ലേസസ് യൂസിങ് മൊബൈൽ ഫോൺ ഓർ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ എർത്ത്, ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ വീട് തന്നെ കാണാം, ഫോട്ടോ ആയിട്ട് കാണാൻ പറ്റും. അതൊക്കെ എന്താണ്? സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. വാട്ട് ആർ ദ അതർ സം സർവീസസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഏതൊക്കെയാണ് അതർ സർവീസസ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോട്ട് ചെയ്യാം കേട്ടോ, കുറച്ച് പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്യാം. അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് റിമോട്ട് സെൻസിങ്, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സയൻറ്റിഫിക് എക്സ്പെഡീഷൻ, ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സ്, ഡിഫൻസ്. അപ്പോൾ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്യാം. എന്താ, ടെലികമ്മ്യൂണിക്കേഷനും വെതർ ഫോർകാസ്റ്റും കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നമുക്ക് നാവിഗേഷൻ പറയാം, റിമോട്ട് സെൻസിങ് പറയാം, ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ള എല്ലാം പറയാം. ഡിഫൻസ് പറയാം, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള പോയിന്റ്സ് ഒക്കെ അവിടെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻസാറ്റ്, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രൈമറി പർപ്പസ് ഏതാണ്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ എജുസാറ്റ് ഏതാണ്? എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. അടുത്തത് IRNSS എന്താണ്? നാവിഗേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ കാർട്ടോസാറ്റ് CARTOSAT അല്ലേ, ജോഗ്രഫിക്കൽ ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ആസ്ട്രോസാറ്റ് എന്തിനാണ്? ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ചിന് വേണ്ടിയിട്ടാണ്. GSAT-7 എമിസാറ്റും ഡിഫൻസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS ഈസ് ആൻ ഇൻഡിജീനിയസ് റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യ. ഇറ്റ് ഈസ് equivalent to GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ ആ ഒരു പേരും അതിനെ റിലേറ്റ് ചെയ്തുള്ള ടേമും പഠിച്ചു വെക്കുക കേട്ടോ. റോക്കറ്റ്സ്, ഹൗ ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ടു ദ സ്പേസ്. എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒക്കെ സ്പേസിലേക്ക് പോകുന്നത്? നമ്മൾ പല TV-യിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ചന്ദ്രയാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല റോക്കറ്റ് നിക്ഷേപണവും വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റും. സാറ്റലൈറ്റ് ലോഞ്ച് ഓൺ May 29. അപ്പോൾ ബാംഗ്ലൂരിലാണ്. ദ ലോഞ്ച് ഓഫ് എ നാവിഗേഷണൽ സാറ്റലൈറ്റ് indigenously developed by our country will take place on May 29. The satellite will be placed into its orbit using GSLV F12. It will be raised to its orbit by rocket in 18 minutes. അപ്പോൾ ഒരു റോക്കറ്റ് ഫോർമാറ്റിലായിട്ടാണ് അല്ലേ. റോക്കറ്റ്സ് ആർ വെഹിക്കിൾസ് യൂസ്ഡ് ടു ലോഞ്ച് സാറ്റലൈറ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് ഇൻ ടു സ്പേസ്. അപ്പോൾ എന്താണ് റോക്കറ്റ് എന്ന് പറയുന്നത്? ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്. ഓക്കെ, അപ്പോൾ ISRO അതിൻ്റെ സിമ്പിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഈസ് ദ സ്പേസ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ സ്പേസ് മിഷൻ ഓഫ് അവർ കൺട്രി. കളക്ട് ദ നെയിംസ് ഓഫ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കൺട്രീസ് ആൻഡ് നോട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി. മേക്ക് എ മോഡൽ ഓഫ് എ റോക്കറ്റ്, യൂസ് പേപ്പർ ആസ് സീൻ ഇൻ ദ പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ISRO എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കളക്ട് ദ നെയിംസ് ഓഫ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കൺട്രി. ബാക്കിയുള്ള കൺട്രിയിൽ വരുന്ന സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നാസ ഏതാണ്? US ആണ്. പിന്നെ റോസ് കോസ്മോസ് റഷ്യ ആണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് ROSCOSMOS ആണ് കേട്ടോ. അടുത്തത് CNSA അത് ചൈനയാണ്. പിന്നെ JX അത് ജപ്പാനാണ്. ESA അത് യൂറോപ്പാണ്. അപ്പോൾ അതിൻ്റെ പിക്ചർ കൂടി നിങ്ങൾ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനെ പറ്റിയാണ് പറയുന്നത്. ദ ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ് ഈസ് ഡൺ ഫ്രം സം സ്പെഷ്യൽ ഫെസിലിറ്റീസ്. സം ഇൻഫർമേഷൻ അബൌട്ട് സച്ച് സെൻറ്റേഴ്സ് ഇൻ അവർ കൺട്രി ഈസ് ഗിവൺ. കളക്ട് ആൻഡ് ആഡ് മോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏതാണ്? തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അതിൻ്റെ ആൻസർ ആണ് കേട്ടോ. ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? VSSC എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ. ഏതാണ്? ലൊക്കേറ്റഡ് ഇൻ ദ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. ഇന്ത്യാസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 21st November 1963, known as Tumba Equatorial Launching Station. In memory of Vikram Sarabhai, it was named Vikram Sarabhai Space Center. അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് റോക്കറ്റ് നിക്ഷേപ കേന്ദ്രമാണ് അല്ലേ. അപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഡേറ്റും കൂടിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരെണ്ണം പറയാം, സാദിഷ് ധവാൻ. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്യണം, അത് ഞാൻ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സാദിഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്താണ്?
സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ വരുന്നത് ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ ഒക്ടോബർ 97. ദർ ആർ 2 ലോഞ്ച് പാഡ്സ്. എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? അറ്റ് പ്രസന്റ് ഇന്ത്യ സാറ്റലൈറ്റ് ലോഞ്ചിങ് ഈസ് ടേക്ക് പ്ലേസ് ഹിയർ. ഇൻ മെമ്മറി ഓഫ് സതീഷ് ധവാൻ ഇൻ 2002 ഇറ്റ് വാസ് നെയിം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഓക്കെ, അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് വിക്രം സാരാഭായി എന്താണെന്ന് നമുക്ക് നോക്കാം. വിക്രം സാരാഭായി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഹീ പ്ലേഡ്. അപ്പം ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഫാദർ ആരാണ്? വിക്രം സാരാഭായി. അതൊക്കെ പോയിന്റ് നോട്ട് ചെയ്യാം കേട്ടോ. എക്സാമിന് വരുമ്പോൾ നമുക്ക് എന്താണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. ഹീ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യസ് ഇൻഡിജീനിയസ് സ്പേസ് ടെക്നോളജി, റെക്കഗ്നൈസിംഗ് ഹിസ് കോൺട്രിബ്യൂഷൻസ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC ഇൻ തിരുവനന്തപുരം ആൻഡ് ലൂണാർ ലെൻഡർ ഓഫ് ദ ചന്ദ്രയാൻ മിഷൻ ആർ നെയ്മഡ് ആഫ്റ്റർ ഹിം. അപ്പോൾ ലൂണാർ ലെൻഡർ ഇപ്പം എന്താ അത് പറയുന്നത്? അതിൻ്റെ പേര് ചന്ദ്രയാൻ മിഷൻ എന്നാണ്. അടുത്തത് സതീഷ് ധവാൻ ആണ്. സതീഷ് ധവാൻ വാസ് ദ ചെയർമാൻ ഓഫ് ISRO. ഹീ ടുക്ക് ദ ലീഡർഷിപ്പ് റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യസ് യുണീക് സ്പേസ് ടെക്നോളജീസ്. അപ്പോൾ ISROയുടെ ചെയർമാൻ ആണ് അല്ലേ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട ഈസ് നെയ്മഡ് സോ ഇൻ മെമ്മറി ഓഫ് ഹിം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ആ പേര് നൽകിയിട്ടുള്ളത്. അടുത്തത് വോയേജസ് ടു ദി മൂൺ ആണ്. നമ്മളെ ചന്ദ്രനിൽ പലരും കാലുകുത്തിയിട്ടുണ്ട്, നമുക്കതറിയാം. ദി ഡിസയർ ടു റീച്ച് ദ മൂൺ എർത്ത് നിയറസ്റ്റ് സെലസ്റ്റിയൽ ബോഡി വാസ് ലോങ് സ്റ്റാൻഡിംഗ് ആസ്പിറേഷൻ ഓഫ് ദ ഹ്യൂമാനിറ്റി. ദിസ് ഡ്രീം വാസ് റിയലൈസ്ഡ് ഓൺ July 21, 1969. This was the result of continuous research since 1960 in NASA's Apollo 11 lunar exploration module. Astronauts Neil Armstrong and Edwin Aldrin first landed on the moon. അപ്പോൾ ആരാണ് ആദ്യം മൂണിൽ കടന്നതെന്നാണ് പറയുന്നത്. മൈക്കിൾ കൊളിൻസ് വാസ് ദ പൈലറ്റ് ഓഫ് ദ സ്പേസ് ക്രാഫ്റ്റ് വിച്ച് ടുക്ക് ദം ടു ദ മൂൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത സ്പേസ് ക്രാഫ്റ്റിൻ്റെ പൈലറ്റ് ആയിരുന്നു ആര്? മൈക്കിൾ കൊളിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത് ദ സ്പേസ് വീക്ക് ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. സ്പുട്നിക് 1 ലോഞ്ച്ഡ് ബൈ ദ സോവിയറ്റ് യൂണിയൻ ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ ബിഗിനിങ് ഓഫ് ദ സ്പേസ് ഏജ് ഈസ് മാർക്ക്ഡ് ബൈ ഇറ്റ്സ് ലോഞ്ച് ഓൺ October 4, 1957. അപ്പോൾ ഡേറ്റ് ആണ്. ദ ഇൻ്റർനാഷണൽ സ്പേസ് വീക്ക് ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഫ്രം October 4th to 10th. അപ്പോൾ ഇൻ്റർനാഷണലി സ്പേസ് വീക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഒബ്സർവ് ടു commemorate the launch of Sputnik 1, the signing of the International Outer Space Treaty to use outer space only for peaceful purpose on October 10, 1967. അപ്പോൾ അടുത്ത് പറയുന്നത് ഇന്ത്യസ് ലൂണാർ മിഷൻസ് ആണ് കേട്ടോ. അവർ നേഷൻ കണ്ടക്ട് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻസ് ഇൻ ദ നെയിം ചന്ദ്രയാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ചന്ദ്രയാൻ എന്നുള്ള പേരിൽ ലൂണാർ എക്സ്പ്ലോറേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ചന്ദ്രയാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. സോ 1 എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ദ ചന്ദ്രയാൻ 1 ഈസ് ദ ഫസ്റ്റ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ഓഫ് അവർ നേഷൻ. നമ്മുടെ നേഷനിലെ ഫസ്റ്റ് ലൂണാർ മിഷനാണ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ October 22, 2008 ഫ്രം ശ്രീഹരിക്കോട്ട. ലോഞ്ച് ചെയ്തത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ഡേറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് എൻറ്റേർഡ് ദ മൂൺസ് ഓർബിറ്റ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 100 കിലോമീറ്റർ ആൻഡ് കണ്ടക്റ്റഡ് സ്റ്റഡീസ് ഓഫ് ദ ലൂണാർ സർഫസ്. അപ്പോൾ എവിടേക്കാണ് എൻറ്റർ ചെയ്തത്? മൂൺസ് ഓർബിറ്റിലേക്കാണ്. അടുത്തത് അപ്പോൾ അതിൻ്റെ പിക്ചറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ചന്ദ്രയാൻ 2 ആണ്. ചന്ദ്രയാൻ 2 ഈസ് ഇന്ത്യ സെക്കൻഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ലോഞ്ച്ഡ് ഓൺ July 22, 2019 ഇറ്റ്സ് ഗോൾ was to study the features of rocks and soil to the lunar surface. അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രനിലുള്ള റോക്കിനെ പറ്റിയും സോയിലിനെ പറ്റിയും പഠിക്കാനായിരുന്നു. അടുത്തത് ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 ഈസ് ദ ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഓൺ ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. ശരിക്കും പറഞ്ഞാൽ മൂണിൽ ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു മിഷനാണ്. അപ്പോൾ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ July 14, 2023. ഇറ്റ് ലാൻഡഡ് ഓൺ ദ ലൂണാർ സർഫസ് ഓൺ August 23, 2023. അപ്പോൾ അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് August 23. ദ റിയോവർ സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ് റോംഡ് ഓൺ ദ ലൂണാർ സർഫസ് ആൻഡ് കണ്ടക്ട് എക്സ്പീരിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഇന്ത്യൻ പ്രോജക്റ്റ് ഏതൊക്കെയാണ്? മംഗളയാൻ, മാർസ് എക്സ്പിഡീഷനാണ്, ആദിത്യ L1 സോളാർ എക്സ്പിഡീഷനാണ്, പിന്നെ ഗംഗാനിയൻ സ്പേസ് എക്സ്പിഡീഷനാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഓൾ ത്രൂ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പേസിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ ഈ
ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അതുപോലെ സ്റ്റാർസ്, പ്ലാനറ്റ്സ്, അതുപോലെ സാറ്റലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും പിന്നെ നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റായിട്ട് എർത്തിൻ്റെ സാറ്റലൈറ്റ് വരുന്നത് നമ്മുടെ എന്താണ് മൂണാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അടുത്തത് അതിൻ്റെ ലെറ്റേഴ്സ് ആക്സസ് എന്നുള്ള ഭാഗം ഡിസ്കസ് ചെയ്യാം. ഹിയർ ആർ സം കീ മൈൽ സ്റ്റോൺസ് ഓഫ് ഇന്ത്യ സ്പേസ് എക്സ്പ്ലോറേഷൻ, റീഅറേഞ്ച് ദം ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ആ തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വായിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പറഞ്ഞുതരാം. ISRO വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഫസ്റ്റ് വരെ ISRO ആണ്. ISRO was established 1969. സെക്കൻഡ് ലോഞ്ച് ഓഫ് ആര്യഭട്ടയാണ്, അത് 1975 കേട്ടോ. തേർഡ് ലോഞ്ച് ഓഫ് ഇൻസാറ്റ് 1 ആണ്, അത് 1982 ഫോർത്ത് വരുന്നത് ലോഞ്ച് ഓഫ് ചന്ദ്രയാൻ 1 2008 അടുത്തത് ലോഞ്ച് ഓഫ് മംഗൾയാൻ 2013 അടുത്തത് ലോഞ്ച് ഓഫ് ആദിത്യ L1 2023. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റും ഇയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഈസിയാണ്, മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എർത്ത് സാറ്റലൈറ്റ് ഏതാ വരിക? നമുക്കറിയാം മൂണാണ്. വെതർ ഫോർകാസ്റ്റിങ്ങിന് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ടു ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഏതാണ്? റോക്കറ്റ്സ് ആണ്. സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് പ്ലാനറ്റ്സ് സാറ്റലൈറ്റാണ് വരിക. അടുത്തത് സെൽഫ് ഗ്ലോയിങ് ആരാണ്? സണ്ണാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.